കൈപ്പടയിൽ എഴുതി നൽകിയ പരാതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അല്പസമയം മുമ്പ് പരാതിക്കാരി നൽകിയിരിക്കുന്നത്. അതിനൊപ്പം ചില നിർണായകമായ തെളിവുകൾ കൂടി ആ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിക്കാരി നൽകുന്നുണ്ട്. അതിലൊന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റുകളുമാണ്. അതുമാത്രമല്ല മറ്റ് ചില ഇതുവരെ പുറത്തു വരാത്ത ചില ഓഡിയോ സംഭാഷണങ്ങൾ കൂടി ഈ പരാതിക്കൊപ്പം പ്രത്യേകമായി പെൻഡ്രൈവിലാക്കി മുഖ്യമന്ത്രിയുടെ നൽകിയ പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക്. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, അറസ്റ്റിനുള്ള വഴിയുണ്ടോ ഈ അതിജീവിതയുടെ പരാതിയിൽ നിലവിൽ? അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. ഇതുവരെയുള്ള ആരോപണം ഇങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ കാണുന്നതല്ലേ. അപ്പൊ അതിന്റെ ഇപ്പം കൊടുത്തിരിക്കുന്നതിനകത്ത് ഒരു കേസെടുക്കാനുള്ള കോഗ്നിസൻസ് എടുക്കാനുള്ള ഓപ്പൺ ശൈലത്തോണ്ടും നമ്മൾ നോക്കണം. ഇങ്ങനെ അന്തരീക്ഷത്തിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കില്ല. ഇതുവരെ കൊടുത്തിരിക്കുന്നത് തന്നെ എഴുതി കൊടുത്തെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പോലീസ് പ്രോസിക്യൂട്ട് ചെയ്യുന്ന കഴിയത്തില്ല അതിനകത്ത്. കാരണം ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. അയാൾ പീഡിപ്പിച്ചെന്ന് പറയട്ടെ, അങ്ങനെ തെളിച്ചു പറയട്ടെ, എവിടെ വെച്ച് എപ്പോഴേ ഏത് ദിവസം എന്ന് അത് കൃത്യം പറയണം. അത് വന്നതിനുള്ള എവിഡൻസ് വേണം. പിന്നെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ അതിലൊരു പ്രഗ്നൻസി എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള അതിന് എവിഡൻസ് വേണം. വെറുതെ ഇങ്ങനെ ആരോപിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഒക്കില്ല. അത് തിരിച്ചടിക്കുന്ന എനിക്ക് പേടി. കാരണം പരാതിയൊക്കെ നമുക്ക് പറയും രാഷ്ട്രീയപരമായിട്ട് പലരും ഈ രീതിയിലുള്ള പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെങ്കിലും അതൊരു പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കത്തക്ക രീതിയിൽ ഒരു പരാതി ആയിരിക്കണം. കാരണം അതിന്റെ ഒരു കണ്ടൻസ് വേണം. കാരണം അതിന്റെ റേപ്പ് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അത് വിത്തൗട്ട് കൺസെന്റ് അല്ലേ. വഞ്ചനയിൽ തുടങ്ങി റേപ്പ്, അതിനപ്പുറത്തേക്ക് ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ ഉൾപ്പെടെയുള്ള പല വകുപ്പുകൾ അതിൽ പെടുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ടാണ് പരാതിപ്പെട്ടിരിക്കുന്നതെങ്കിൽ അല്ലെ ഇതുവരെ വന്നിരിക്കുന്നത് വെച്ച് നോക്കിയിട്ട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി കൊടുത്തെന്ന് വിചാരിച്ചാൽ ഒരു ഒഫൻസും ഇല്ല അതിനകത്ത്. കാരണം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഒഫൻസ് റിവീൽ ചെയ്യണമെങ്കിൽ അതിന്റെ കണ്ടന്റ് പറയാനുണ്ട്. അല്ലാതെ ശരി, ഇപ്പോൾ യൂത്ത്